ഇന്നെന്താണെന്ന് അറിയില്ല കേട്ടോ, രാവിലെ തന്നെ എനിക്ക് പതിവില്ലാത്തൊരു തലവേദനയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഉച്ചയായപ്പോഴേക്ക് മാറിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തലവേദന വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ, രാത്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ മൈദ വെച്ചിട്ട് ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടം കേട്ടോ, പിന്നെ സിമ്പിളാണല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയപ്പോൾ എനിക്ക് തലവേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ക്യാൻസൽ ആക്കിയിട്ട് ഇതാ ഉള്ളിമുട്ട ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല, ഞാൻ ഉള്ളിമുട്ടയെ വാട്ടിയതെന്ന് പറയട്ടോ. അപ്പോൾ അതാണ് രാത്രി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ജോലി നമ്മുടെ ക്ലീനിങ് ആണല്ലോ. എനിക്ക് എങ്ങനെ എത്ര ചെയ്യാന്ന് പറഞ്ഞാലും ക്ലീൻ ചെയ്യാതെ എനിക്ക് കിടന്നു കഴിഞ്ഞാൽ ആ ഉറക്കമൊന്നും ശരിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കേകിച്ച് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കാതെ കിടന്ന 10 ആയാലും 12 ആയാലും 1 മണിയായാലും എനിക്കത് ക്ലീൻ ചെയ്യാതെ കിടക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ആദ്യം എനിക്ക് ഈ പരിപാടിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകൽ കേട്ടോ. ക്ലീനിങ് ഒക്കെ ഞാൻ പിന്നെയും ചെയ്യും, ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ. പക്ഷേ പാത്രം കഴുകൽ കുറച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ, നമ്മളത് വേറെ ചെയ്യാൻ വരില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ അത് ശീലമായപ്പോൾ നമ്മളത് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ പറയും കേട്ടോ, നമ്മൾ രാത്രിയിൽ അങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ ഇട്ട് കിടക്കാൻ പാടില്ല. പിന്നെ വീട് എപ്പോഴും കിച്ചണൊക്കെ പ്രത്യേകിച്ചും ക്ലീൻ ചെയ്തിടണം, നമ്മൾ മനുഷ്യന്മാരെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതങ്ങനെ ശീലമായിപ്പോയി ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ എത്ര വയ്യെങ്കിലും ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് അറിയുള്ളൂ കേട്ടോ. ഇതിൻ്റെ കാര്യം ഞാൻ പറയണേ, രാവിലെ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ആവില്ലേ, കിച്ചണൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. ക്ലീൻ ചെയ്യാതെ പോയി കിടന്നിട്ട് നമ്മൾ നേരം വെളുത്ത് എണീറ്റ് വരുമ്പോൾ നമ്മുടെ കിച്ചണിൽ വന്ന നമ്മുടെ ആ ഒരു ദിവസം പോയില്ലേ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ക്ലീൻ ചെയ്തിടുന്നതല്ലേ. ഇതിൻ്റെ കാര്യമായിട്ട് എനിക്ക് ഏതായാലും അങ്ങനെ കിടന്നാൽ ഉറക്കമൊന്നും വരില്ല. അപ്പോൾ ഞാൻ എത്ര വൈകിലും ഞാൻ ചെയ്തിട്ടേ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെ സ്വഭാവത്തിൽ എത്ര പേരുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് രാത്രി കുടിക്കാതെ വെള്ളമൊക്കെ എടുത്തുട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ്. പിന്നെ അതാ ഒരു ലോഡ് മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ, അലക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ മടക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.